ഇന്ന് നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പോപ്കോൺ കഴിക്കാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഒരു നാൾ ഈ പോപ്കോൺ സിനിമാ തിയേറ്ററിൽ നിന്നെല്ലാം തന്നെയും ബാൻ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ പോപ്കോൺ മൂവി തിയേറ്റേഴ്സിൽ എത്തിയത്? എന്താണ് ഇതിനെ പിന്നിലുള്ള കഥ? ആ രസകരമായ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പോപ്കോണിൻ്റെ കഥയിലേക്ക്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറി. എവിടെ നിന്നാണ് പോപ്കോൺ തുടങ്ങുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തെക്കേ അമേരിക്കയിൽ വളരെ സജീവമായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് കോൺ. പോപ്കോണായിട്ടും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1850 ഇത് അമേരിക്കയിലേക്ക് എത്തിച്ചേരുന്നത്. ആ സമയത്ത് അമേരിക്കയിലേക്ക് യൂറോപ്പിൽ നിന്നും മറ്റുമൊക്കെ ഇമിഗ്രൻ്റ് ഫാമിലീസും ആൾക്കാരും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലും പോപ്കോൺ വളരെ പെട്ടെന്ന് പ്രചാരത്തിലായി. കാർണിവൽസിൽ, സർക്കസുകളിൽ ആൾക്കാർ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ പോപ്കോൺ വളരെ പെട്ടെന്ന് പ്രചാരത്തിലെത്തി. 1893 ചാൾസ് ക്രെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആവി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു പോപ്കോൺ വാഗൺ കണ്ടുപിടിച്ചു. ഇന്നത്തെ നമ്മളെ നാട്ടിലെ കപ്പലണ്ടി ഒക്കെ വറുത്തുകൊണ്ട് പോകുന്നൊരു സാധനമുണ്ടല്ലോ, അതിനെ പോപ്കോൺ മെഷീൻ പോലെ, പക്ഷേ ആവി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് കണ്ടുപിടിച്ചതോടുകൂടി ഈ പോപ്കോൺ മേക്കിംഗ് എന്നുള്ള സംഭവം കംപ്ലീറ്റ്ലി മാറുകയായിരുന്നു. അത് ചാൾസ് ക്രെറ്റേഴ്സ് എന്ന ഒരാളാണ് അത് കണ്ടുപിടിച്ചത്. ഇന്നും തിയേറ്ററുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോപ്കോൺ മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനി ക്രെറ്റേഴ്സ് ആൻഡ് കമ്പനി ആ പുള്ളിയുടെ തന്നെ അനന്തരാവകാശികൾ നടത്തുന്ന കമ്പനിയാണ്. അവർക്ക് അതിന് പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോപ്കോൺ വളരെ ആക്റ്റീവായിട്ട് സമൂഹത്തിൽ സ്പ്രെഡാവുന്നു. 1900 ആയപ്പോൾ സിനിമയും മൂവി തിയേറ്റേഴ്സും ഒക്കെ വളരെ സജീവമായി ഉണ്ടാവും. അപ്പോൾ അന്നത്തെ ഈ മൂവി തിയേറ്റേഴ്സ് വരുമ്പോൾ ആദ്യത്തെ മൂവി തിയേറ്റേഴ്സിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻപുണ്ടായിരുന്ന ഒപ്പറ ഹൗസസിനെയാണ് മൂവി തിയേറ്റേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ടൊരു മാതൃകയായിട്ട് കണക്കാക്കിയിരുന്നത്. ഭയങ്കര റെഡ് കാർപ്പറ്റ്, റെഡ് പോഷ് വെൽവെറ്റ് സീറ്റ്സ്, പിന്നെ സ്ക്രീനിൻ്റെ സൈഡിലെല്ലാം റെഡ്, മൊത്തം റെഡ് കാർപ്പറ്റ് അല്ലെങ്കിൽ പോഷ് വെൽവെറ്റ് കാർപ്പറ്റിൻ്റെ മയമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ തിയേറ്റർ ഓണേഴ്സ് പോപ്കോൺ തിയേറ്ററിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. കാര്യം ഓയിലും ബട്ടറും കറപുറ സൗണ്ടും ഒക്കെ ചേർന്ന് ഈ പോപ്കോൺ തങ്ങളുടെ സീറ്റിനെയൊക്കെ നാശമാക്കും, ആസ്വാദന നിലവാരത്തിനെ താഴ്ത്തിക്കളയും എന്നുള്ളതാണ്. കാര്യം ഈ ഓപ്പറ എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റായിട്ട് വളരെ സാഹൂതം ആൾക്കാർ കണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെയാണ് സിനിമയും എന്നുള്ളൊരു ധാരണയിൽ ഈ പോപ്കോൺ വന്നു കഴിഞ്ഞാൽ ആസ്വാദനം പോകും, ഈ കറമുറ സൗണ്ട് വന്നു കഴിഞ്ഞാൽ എന്നുള്ള നിലയ്ക്ക് എല്ലാം തന്നെ ബാൻ ചെയ്തിരുന്നു. അങ്ങനെ വർഷങ്ങൾ കുറച്ചങ്ങനെ കടന്നുപോയി. പോപ്കോൺ അപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ പ്രചാരം ആർജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1920 കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി. അത് ലോകം ഇതുവരെ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യങ്ങളിൽ ഒന്നായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാതെ, വരുന്ന ആൾക്കാർ തന്നെ വളരെ കുറവ്, ഇതും കൂടെ ആയപ്പോഴത്തേക്കും ഒട്ടുമേ വരാതെ. അപ്പോൾ ആൾക്കാരെ എങ്ങനെയും തിയേറ്ററിലേക്ക് കൊണ്ടുവരണം എന്നുള്ള നിലയ്ക്ക് ഈ തിയേറ്ററുകാർ തങ്ങളുടെ നിയമങ്ങളിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുത്തി. നിങ്ങൾക്ക് പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് വരാം, നിങ്ങൾ വാങ്ങുവാണെങ്കിൽ പോപ്കോൺ കൊണ്ടുവരാമെന്ന് പറയുന്നു. പിന്നെ ഒരു സിനിമയ്ക്ക് ഒരു ടിക്കറ്റിന് 2 സിനിമ എന്നുള്ള നിലയ്ക്കൊക്കെ കുറേ ഓഫേഴ്സൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ ആൾക്കാർ വീണ്ടും തിയേറ്ററിലേക്ക് പതുക്കെ വന്നു തുടങ്ങും. ഈ വന്നു തുടങ്ങുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തിയേറ്ററിൻ്റെ മുന്നിലെത്തുമ്പം തന്നെ നിറച്ച് പോപ്കോണൊക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ പുറത്ത് വാഗണൊക്കെ ആയിട്ട് നിൽക്കും. ഇതിൽ നിന്ന് പോപ്കോൺ വാങ്ങും, അകത്തോട്ട് കയറും. കാരണം ആ നല്ല ബിസിനസ്സായിരുന്നു ഈ പോപ്കോൺ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ തന്നെ തിയേറ്ററുകാർക്ക് മനസ്സിലായി, ഇത് നമുക്ക് തന്നെ സെല്ല് ചെയ്ത് നമുക്ക് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു മേഖലയാണ്. നമ്മൾ എന്തിന് ഈ പുറത്തുള്ള ആൾക്കാർക്ക് അതിനുള്ള അവസരം കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് അവർ തിയേറ്ററിൻ്റെ അകത്ത് പോപ്കോൺ സെല്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു 1930 ആദ്യത്തോടുകൂടി. അത് വലിയൊരു ചേഞ്ചായിരുന്നു മൂവി എക്സ്പീരിയൻസിൻ്റെ കാര്യം. അവിടെ ചെല്ലുന്ന സമയത്ത് പോപ്കോൺ വാങ്ങുക, പോപ്കോൺ കഴിച്ച് ആയിട്ട് നമ്മുടെ അകത്തേക്ക് സിനിമയ്ക്കകത്ത് കയറുക, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. ഇതിനൊരു വലിയ സൈക്കോളജിക്കൽ സൈഡും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്ന നമ്മുടെ സെൻസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസാണ് മണം. ബാക്കി നമ്മുടെ 5 സെൻസസിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമുക്ക് ഈ ഒരു പ്രത്യേക മണം നമുക്ക് എവിടെ അടിച്ചാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ രുചി പോലും നമുക്ക് അത്രയും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ പോപ്കോണിൻ്റെ മണം ഒരു ട്രെൻഡ് ആയിട്ട് ഈ തിയേറ്ററുകാർ കൊണ്ടുവന്നു. അതായത് ഇതിൻ്റെ ഈ ലോബിയിലൊക്കെ ഇത് വയ്ക്കുക, ഇതിൻ്റെ ഒരു മണം ഉണ്ടാക്കുക, മൂവി കാണാൻ വരുന്ന ആൾക്കാരുടെ ആ എക്സ്പീരിയൻസിന് ഈ മണവുമായിട്ട് റിലേറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ തിയേറ്ററുകാർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഇത് വളരെ പോപ്പുലറായി, വളരെയധികം സക്സസ്ഫുള്ളായി. പിന്നെ തിയേറ്ററുകാർക്ക് ഇത് ചെയ്യാനായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ പോപ്കോൺ വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് ഭീമാകാരമായ പ്രോഫിറ്റാണ്. ഇപ്പോൾ നമ്മൾ ലുലുവിലോ അല്ലെങ്കിൽ PVRലോ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ പോപ്കോൺ വാങ്ങിക്കാനാണെങ്കിൽ പോലും ഒരു 150 രൂപ 200 രൂപയൊക്കെ ചോദിക്കും. അവർക്ക് അതിനുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയുമ്പോൾ 80 മുതൽ 90% വരെ പ്രോഫിറ്റാണ്. കാര്യം പോപ്കോൺ അല്ലെങ്കിൽ കോൺ നമ്മൾ വെയ്റ്റിന് വാങ്ങി വോളിയത്തിന് സെല്ല് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 1 ടൺ കോൺ വാങ്ങുന്നു, ഒരു സാമ്പിൾ ആണ്, എനിക്ക് കറക്റ്റ് എമൗണ്ട് അറിയത്തില്ല. 1 ടൺ കോൺ വാങ്ങാനായിട്ട് നമ്മളൊരു 10,000 രൂപ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 ടണ്ണിനാണ് നമ്മൾ 10,000 രൂപ കൊടുക്കുന്നത്. എന്നാൽ ഇത് വിൽക്കുമ്പോഴോ നമുക്ക് 500 ഗ്രാം പോപ്കോണിനല്ല നമ്മൾ പൈസ കൊടുക്കുന്നത്. ആ ഒരു ബോക്സിൽ 3 സൈസുണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്. അതിൻ്റെ എത്രയാണ് ഗ്രാം വെയിറ്റ് എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതൊരു വോളിയം കണക്കാണ്. ആ സൈസിൽ എത്ര വോളിയം ഉണ്ടോ അതിനാണ് ഇത്ര റേറ്റ്. ഇത് ഭയങ്കര പ്രോഫിറ്റബിളായ ഒരു ബിസിനസ്സാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് തിയേറ്ററുകാർക്കുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററുകാർ അന്നും ഇത് അഡോപ്റ്റ് ചെയ്ത സമയത്തും ഇന്നും ടിക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കൺസെഷൻസ് വഴി അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, പ്രത്യേകിച്ചും പോപ്കോൺ പോലുള്ള സാധനങ്ങൾ സെല്ല് ചെയ്യുന്നത് വഴി ഉണ്ടാക്കും. നമ്മളൊരു നല്ല ക്വാളിറ്റിയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ഒരു ചിക്കൻ, ബീഫ്, പോർക്ക് ഡിഷിനേക്കാളും വിലയുണ്ടാകും പെർ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പോപ്കോൺ. അത്രമാത്രം എക്സ്പെൻസീവാണ് ഈ പോപ്കോൺ. കൂടാതെ അവിടെ വരുന്ന പെപ്സി, കൊക്കക്കോള എല്ലാം ഏതാണ്ട് ഇതേ ലോജിക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് വെയിറ്റിന് വാങ്ങി വോളിയത്തിന് സെല്ല് ചെയ്യുക എന്നുള്ള ലോജിക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് വളരെ പോപ്പുലറായി ആൾക്കാർ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും പോപ്കോൺ ഒരു ബെനിഫിറ്റ് കിട്ടി. എന്താണ്? 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഈ 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അമേരിക്കയിലാകെ ഷുഗർ റേഷനിങ് വന്നു. അതൊരു വലിയ കഥയാണ്. ആ സമയത്ത് എന്തിനാണ് ഈ ഷുഗർ റേഷനിങ് വന്നത് എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കിട്ടുന്ന ഷുഗറിൻ്റെ എമൗണ്ട് കുറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ഈ മണ്ണെണ്ണയൊക്കെ റേഷൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോഴൊന്നുമില്ല, കുറേ നാളുകൾക്ക് മുമ്പ്. അതുപോലെ ഷുഗർ ആൾക്കാർക്ക് കിട്ടുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞു. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ആൾക്കാർക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാൻഡീസ്, മിഠായികളുടെ എണ്ണവും കുറഞ്ഞപ്പോൾ ആൾക്കാർ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ വളരെയധികം വാങ്ങിയിരുന്നൊരു സാധനം അതാണ്. ഇതെല്ലാം പോപ്കോണിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ പോപ്കോൺ ഒരു മേജർ മൂവി ഗോയിങ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഈ 2 മെയിൻ ഇവൻ്റ്, ഡിപ്രഷൻ്റെ സമയത്തുള്ള തിയേറ്റേഴ്സിൻ്റെ അഡോപ്ഷൻ, 2ാം ലോക മഹായുദ്ധം വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു ഷുഗർ റേഷനിങ് വരികയും അത് പോപ്കോണിനെ ഹെൽപ്പ് ചെയ്യും, പോപ്കോൺ വൈഡായി അഡോപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നെ തിയേറ്ററുകാർ മനസ്സിലാക്കി ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രോഫിറ്റ് എലമെൻ്റ് എന്താണെന്ന്. അതിഭീകരമായി എല്ലാ തിയേറ്ററുകാരും വൈഡായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പോപ്കോൺ മൂവി ഗോയിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. പിന്നീട് മൾട്ടിപ്ലക്സ് ചെയിനുകളും മൂവി തിയേറ്റർ ചെയിനുകളും ലോകമൊട്ടാകെ സ്പ്രെഡ് ചെയ്തപ്പോഴും പോപ്കോൺ ഒരു എലമെൻ്റായി തന്നെ നിന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ സൈക്കോളജിക്കൽ റീസണാണ്. മനുഷ്യന് ഒരു മണത്തിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, വീണ്ടും റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ കീ പോയിൻറ്റ്. നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻസസ് ഉണരുകയാണ്. കാര്യം ഒരു മൂവി ഗോയിങ് എക്സ്പീരിയൻസ്, ഒരു സിനിമയ്ക്ക് നമ്മൾ പോകുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പലതാണ്. നമ്മൾ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നു. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്, പിന്നെ ഒരു ഡാർക്ക് റൂമിനകത്തിരിക്കുമ്പോൾ ഒരു വലിയ സ്ക്രീന്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ക്യാരക്ടേഴ്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. സോ ഒരു ഇമോഷണലി അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സെൻസസും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്കും. ചിലപ്പോൾ നമുക്ക് ആവേശം തോന്നും, ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ ചിരി വരും. അങ്ങനെ എല്ലാ ഇമോഷൻസും വർക്ക് ചെയ്യുവാണ്. ആ എല്ലാ ഇമോഷൻസും വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു പോപ്കോണിൻ്റെ മണം കൂടെ. അപ്പോൾ ആ മണം നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം എഫക്റ്റ്, നമ്മുടെ ബ്രെയിൻ അത് എന്തുമാത്രം പോസിറ്റിവിറ്റിയോടുകൂടി സ്വീകരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ഇത് തിയേറ്റേഴ്സിനെല്ലാം അറിയാം. ഇപ്പോൾ ഏറ്റവും പുതിയ ചേഞ്ചസ് തിയേറ്റേഴ്സിൽ വരുന്നത് പിന്നെ പോപ്കോണിൻ്റെ തന്നെ അരോമ പിന്നെ ലോബി റൂമുകളിലും മറ്റേ ഇതിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് PVRലൊക്കെ ദേ ആർ ഓൾറെഡി ഡൂയിങ് ദാറ്റ്. അങ്ങനെ ഒരു രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ പോപ്കോൺ തന്നെ പല വെറൈറ്റീസ്, ഓർഗാനിക് പോപ്കോൺ, പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന എണ്ണയിലുള്ള മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് ചേഞ്ചസും വരുവാണ്. ഈ പോപ്കോണിൻ്റെ ബോക്സസ് ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ഇപ്പോൾ വന്നിട്ടില്ല, പക്ഷേ ഉടനടി വരുമായിരിക്കും. അത് തന്നെ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന, കളക്റ്റബിളായിട്ട് ഉപയോഗിക്കുന്ന, അതായത് വലിയ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഈ ആദ്യത്തെ ഷോയ്ക്ക് വരുന്ന ആൾക്കാർക്ക്, ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പോപ്കോൺ ബോക്സ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അത് ഏതെങ്കിലും പ്രത്യേക ക്യാരക്ടറിൻ്റെയൊക്കെ ഷേപ്പിലൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും, ഒരു കളക്റ്റബിൾ പോലെ.
അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ മൂവി ഗോയിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമായി പോപ്കോൺ മാറിയതായിരുന്നു. പിന്നെ കുറേ ജോഗ്രഫിക്കൽ റീസൺസും ഉണ്ട്. എപ്പോഴും അവൈലബിൾ ആണ്, വളരെ ഈസി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് എഫേർട്ട് വേണ്ട, വളരെ മാർക്കറ്റിലുള്ള പ്രൈസ് ഭയങ്കര വില കൂടിയ ഒരു സാധനമല്ല, ഒരു ആവറേജ് പ്രൈസിൽ നിൽക്കുന്ന ഏതാണ്ട് ഒരു കോൺസ്റ്റൻറ്റ് പ്രൈസ് നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ട്രസ്റ്റ് ചെയ്ത് വാങ്ങാം. വലിയ മാസ് എമൗണ്ടിൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ പോസിറ്റീവ് കാര്യങ്ങളും ഈ പോപ്കോണിൻ്റെ അല്ലെങ്കിൽ കോണിൻ്റെ ഫേവറിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പോപ്കോൺ തിയേറ്ററുകളിൽ വളരെ നോർമലായി മാറുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പോപ്കോൺ കഴിക്കുമ്പോൾ ഈ കഥ നിങ്ങൾ ഓർക്കും. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവർക്ക് ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം സിനിമയുടെ ട്രെയിലർ പ്ലേ ചെയ്യുന്ന സമയത്ത്. എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.